ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഓണം വ്ളോഗായിരിക്കും. എല്ലാവരും നാട്ടിലൊക്കെ ഇപ്പോൾ ഏകദേശം പായസമൊക്കെ കുടിച്ച് സദ്യയൊക്കെ കൊണ്ട് മത്തടിച്ചിറങ്ങുന്ന ടൈമാണ്. ഇവിടെ ഇപ്പം രാവിലെ ആയിട്ടേ ഉള്ളൂ, ഏകദേശം 8-9 മണി ആവാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അത് മെയിൻ സംഭവമായിട്ട് ഇവിടെ നമ്മളായിട്ടൊരു എഫേർട്ട് ഇട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങിയില്ലെന്നുണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് നമ്മൾ തന്നെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുക. അതാണ് ഈ എബ്രോഡിൻ്റെ ഒരു സിസ്റ്റം. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓണം പരിപാടി അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഇവർക്കായുള്ളത് ഒരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്നാൽ പറ്റുന്ന രീതിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് എനിക്ക് വർക്കുണ്ടായിരുന്നു, കാരണം ഓണം വിഷുവിനും വർക്കുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇത്തവണ ഞാൻ നാട്ടിൽ പോകുന്നൊക്കെ വെച്ചതാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതായത് എൻ്റെ സെമിസ്റ്ററിൻ്റെ കുറച്ച് ഇതൊക്കെയുള്ള കാരണം എനിക്ക് അവിടെ പോകേണ്ട ഇഷ്യൂ വന്ന്, അത് കാരണം അവിടെ നിന്ന് മാറിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇത്തവണ എന്നാൽ പിന്നെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. ഇപ്പോൾ ഏകദേശം 2 കൊല്ലമായി വീട്ടുകാരൊക്കെ ആയിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ട്. അപ്പോൾ അത് ഇപ്പോൾ രാവിലെ ആയിട്ടുള്ള ഇനി കുളിച്ച് റെഡിയായി ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മളിതേ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്, ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് മാത്രം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിരിക്കുകയാണ്. ഇനി എന്നാ ഞാൻ പറയാനൊന്നുമില്ല. മറ്റേ സാധാ കണ്ടന്റിലൊക്കെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചങ്ങ് പോകും ഓരോ പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി. ഇന്ന് ഓണത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ ഓണം ഇല്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഓണം എന്നാന്ന് പോലും അറിയത്തില്ല. ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബാരിസ്റ്ററായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ് ഓണത്തിന് എനിക്ക് വർക്കുണ്ടായിരുന്നു. അപ്പോൾ സാധാ ഞാനൊരു നോർമൽ ഡേ പോലെ തന്നെ ഇവർക്കും പോകണം. നമുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഓണാണല്ലോ എന്നുള്ളൊരു സാധനം അകത്തുള്ളത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് സൗത്ത് ഇന്ത്യൻസ് ഷോപ്പിൽ വന്നായിരുന്നു ഈ ഓണത്തിൻ്റെ ആ ടൈമിൽ കഴിഞ്ഞ കൊല്ലം. അപ്പോൾ അവരെനിക്ക് ഇങ്ങനെ കുറേ സംസാരിച്ച് ഓണത്തിൻ്റെ ദിവസം വർക്ക് ചെയ്യുവാണോ എന്നൊക്കെ ചോദിച്ച്. അവർ വേറെ സ്ഥലത്താണ്, പക്ഷേ അവർക്ക് ഓണമില്ല, പക്ഷേ അവർക്ക് ഓണത്തിൻ്റെ പരിപാടിയൊക്കെ അറിയാമെന്ന് പറഞ്ഞ്. എന്നിട്ട് അവർക്ക് എന്നെ വിഷൊക്കെ ചെയ്ത് ഹാപ്പി ഓണമൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ മാനേജർ ഇതായതിൻ്റെ സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പോലെയാണ് ഒരു ഫെസ്റ്റിവലൊക്കെ അവിടെ നടപ്പുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആണോ, എന്നിട്ട് നീ എന്നെ ഇത് ഹോളിഡേ ബുക്ക് ചെയ്യാൻ? ഞാൻ പറഞ്ഞു എൻ്റെ ഫാമിലിയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, പിന്നെ എന്തിനാണ് വെറുതെ എന്നോർത്ത് ആ ഹോളിഡേ ഞാൻ കളഞ്ഞില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൂട്ടി വെച്ച് പിന്നെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ അടിക്കുക ചെയ്തത്. അപ്പോൾ ഒന്നും തോന്നിയില്ല. അതാണ് വേറൊരു സംഭവം. പക്ഷെ ഇത്തവണത്തെ ഈ ഒരു ദിവസം ഞാൻ അറിഞ്ഞു ഹോളിഡേ എടുത്തൊന്നും അല്ല കേട്ടോ. ഇതും ഒരു റാൻഡമായിട്ട് എനിക്കൊരു ദിവസം ഇന്ന് ഓഫ് വന്നതാണ് തന്നെ. പിന്നെ ഞാനും അത് തിരുത്താൻ നിന്നില്ല. എന്നാൽ പിന്നെ ഓണമല്ലേ, എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്ത് കഴിഞ്ഞ ഓണമാണ് അങ്ങനെ പോയി. അവിടെ ചെന്ന് വർക്ക് ചെയ്ത് ബഹളവും അതും ഇതൊക്കെ ആയിട്ട് ഒരു സാധാ ദിവസം കടന്നു പോകണമല്ലോ അങ്ങ് പോയി. അപ്പോൾ ഇത്തവണ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാമെന്ന് ഓർത്ത് വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ എഫേർട്ട് ഇടണം ഗൈസ്. ഞാനിത് പിന്നെ എടുത്ത് പറയാമെന്ന് വെച്ചാൽ, അല്ലാത്ത പക്ഷേ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു ഒറ്റയ്ക്കൊക്കെയാണ് വന്നെങ്കിൽ ഒന്നും കാണില്ല, ഒരു എൻജോയ്മെൻറ്റും കാണില്ല, നിങ്ങൾ വെറുത്ത് പോകും. ഉള്ള കാര്യം പറയാറ് നമ്മൾ പറ്റുകയാണ് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോവുക, എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് നടക്കുക. കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ, അതൊക്കെ കാണുക. ഓണമൊക്കെയാണ്, വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് സിനിമേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് നോക്കണം. മറ്റേ പുതിയ സിനിമയില്ലല്ലോ, ഓക്കെ, ആ സാധനം എനിക്കൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പോകണം. ഞാൻ നോക്കിയില്ല, കാരണം വെച്ചാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ടും കാര്യമൊക്കെ കിട്ടും. ഇവിടെ മെയിനായിട്ടുള്ള സിനി വേൾഡ് വ്യൂ അങ്ങനത്തെ ഒക്കെ കുറേ സിനിമ തിയേറ്റേഴ്സാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യരുത്, അത്ര ഒന്നുമില്ല. നമ്മുടെ നാട്ടിലേക്ക് അത് തിയേറ്റർ എന്ന് പറഞ്ഞാൽ അന്യായമാണ്, ഒന്നും പറയാനില്ല. സൗണ്ട് ക്വാളിറ്റി അത്രയും ഒരു സാധനമൊന്നും ഇവിടെ കിട്ടണില്ലെന്നേ. ആ ഒരു സംഭവം കിട്ടിയല്ല അത് ആവോ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി ഇപ്പം കഴിഞ്ഞ കൊല്ലം ഞാൻ വർക്ക് ചെയ്യായിരുന്നു, വൈകിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ ഫുഡൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത് ഇന്ത്യൻ സ്റ്റോറിലാണ് പോയത്. എൻ്റെ പൊന്ന്, ഉള്ള കാര്യം പറയല്ല, ഇവിടുത്തെ സാധനങ്ങൾക്ക് പിന്നെ റേറ്റ് കുറവാണ്. ഇവിടെ വന്നിട്ട് ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അതായത് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോക്കറ്റ് കീറും, അന്യായ റേറ്റ്. അന്ന് തന്നെ കുറച്ച് വെച്ച് എടുത്തിട്ട് തന്നെ 100 പൗണ്ടിൻ്റെ അടുത്തെങ്ങാണ്ട് പോയി, അതായത് 10,000 രൂപ എല്ലാവർക്കും കൂടി ഒന്ന്. അത് കാരണം ആ പരിപാടി ഞങ്ങൾ ഇത്തവണ വിട്ട്, അത് കാരണം സദ്യ ഉണ്ടാക്കണ പരിപാടിയേ വേണ്ടെന്ന് വെച്ച്. അത് ഭയങ്കര റേറ്റാണ് കഴിച്ച്. നമ്മുടെ നാട്ടിലൊരു വിലയൊന്നുമല്ല, അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് തന്നെ. കാരണം ഒരു കുറച്ചൊരു സാധനം പിടിക്കുന്നതിന് 2-3 പൗണ്ട് വരെ കൂടും. അതായത് നമ്മളിപ്പോൾ ഒരു അവിയൽ വെക്കണ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ അത്ര റേറ്റ് കയറുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ, ഇത് കണ്ടോ ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഐറ്റം. ഞങ്ങൾ അങ്ങ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത്. ഇത് ഫ്രോസൺ ആട്ടോ ഗൈസ്. ഇതേതാ ജാക്മിയോ അങ്ങനെ എന്തോ പറയണ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇവരുടെ അല്ലാണ്ട് പിന്നെ മറ്റേ കേരള ടേസ്റ്റ്, പിന്നെ അജ്മി, ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചേക്കണാണ്.
അപ്പോൾ ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കൂട്ടവും വന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കൊടുത്തേക്കുന്നതൊക്കെ സാമ്പാർ, പരിപ്പ് കറി, കൂട്ടുകറി, ഓലൻ, അവിയൽ, പൈനാപ്പിൾ പച്ചടി, തോരൻ, ചെറുപയർ, അടപ്രഥമൻ, പേപ്പർ, ബനാന ലീവ്സ്, വാഴയില. രാവിലെ കഴിഞ്ഞ തവണ വാഴയില പുറത്തു പോയി മേടിച്ചു. ഒരു വാഴയിലേക്ക് 1 പൗണ്ട് 100 രൂപ ഗൈസ്, ആലോചിക്കണം. അപ്പം അത്രയും റേറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, വാഴയിലേക്കുണ്ടെങ്കിൽ ചെത്തിക്കൊണ്ട് പോരും, ഇവിടെ വിൽക്കാം. പിന്നെ അതേ പുളിയിഞ്ചി, ലെമൺ പിക്കിള്, മാംഗോ പിക്കിള്, ബനാന ചിപ്സ്, ശർക്കര വരട്ടി, പപ്പടം, കോഴിക്കോടൻ ഹൽവ, പിന്നെ കോഴിക്കോടൻ ഹൽവ ബ്ലാക്ക്, ഓക്കെ, മറ്റേ റെഡാട്ടോ. പിന്നെ എന്നതാ ജാക്ക് ഫ്രൂട്ട് ചിപ്സോ അതുവരെ ഉണ്ട്. അതാണ് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഈ ബോക്സ് മേടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഓവനി വെക്കുക. ഇത് ഓരോ കറി ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഓവനി വെച്ചിട്ട് ചൂടാക്കുക, നേരെ വാഴയിട്ട് വിളമ്പുക. എന്താലേ ടെക്നോളജി. അപ്പൊ ഇത്രയൊക്കെ വികസിച്ചു. അതാണ്, ഇത് എളുപ്പ പരിപാടിയാണ്. ജസ്റ്റ് ഓവനി വെക്കുക, ചൂടാക്കുക, സദ്യ റെഡി. ഇത് ഞാൻ മേടിച്ചാൽ ഇത് 2 പേർക്ക് കഴിക്കാനുള്ള, ഇതിന് 5 പേർക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങൾ 5 പേരുടെ നോക്കിയപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായി. പിന്നെ 2 പേരുടെ ഞങ്ങൾ 3 എണ്ണം മേടിക്കുകയാണ് ചെയ്തത്, കുറച്ച് കൂടുതലിരിക്കട്ടെ എന്ന് ഓർത്ത്. അപ്പം ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് ഞാൻ പുറകെ കാണിച്ചു തരാം. ഇതൊരു നല്ലൊരു ഐഡിയ ആട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് ഉണ്ടാക്കാനൊന്നും താല്പര്യം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇവിടെ തന്നെ ഉണ്ട് കുറേ സൈറ്റ് ഉണ്ട്. ഈ UK ബേസ്ഡ്, ഈ നമ്മളെ കേരള ടേസ്റ്റ്, അജ്മി, അങ്ങനെ കുറേ ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോട്ടോ കൊടുത്താൽ പിറ്റേ ദിവസം തന്നെ സാധനം ചിലപ്പോൾ വരും. അപ്പോൾ മേടിക്കുക, ഉണ്ടാക്കുക, ഇതൊക്കെ ഒരു സന്തോഷം. ഇപ്പം കുറേ പേര് പറയും എന്തോ ഓണം, ഓണമൊന്നും ഇല്ലടാവേ, പണ്ടൊക്കെയായിരുന്നു ഓണം ആഘോഷം, ഇപ്പം ഞങ്ങൾ ഓണമൊന്നും ആഘോഷിക്കാറൊന്നുമില്ല. അത് എനിക്കറിയത്തില്ല, കുറേ പേര് അങ്ങനത്തെ ഒരു രീതി നടക്കുന്നുണ്ട്. വെച്ചാൽ അതൊരു ക്രെഡിറ്റാന്നുള്ള രീതി, എന്ത് സാധനം. പക്ഷെ അതിൽ ഞാൻ യോജിക്കുന്നില്ല, ഞാനും അങ്ങനെ നടന്നതാണ്. പക്ഷെ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പിനെസ് കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ എത്ര നാളുണ്ടെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ. സോ ഇതൊക്കെ അങ്ങ് ചെറിയ ചെറിയ ഇതല്ലേ, ആഘോഷിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സദ്യ ഉണ്ടായി ഗൈസ്. ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ ഇത്ര 12:30 1 മണിയാവാറായി. അപ്പോൾ നമുക്ക് ഇനി സദ്യ സെറ്റ് ചെയ്തിട്ട് വേണം. ഞാൻ വാഴയിലേക്ക് വെച്ച് കാണിച്ചു തരാം എന്നൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ സദ്യ കഴിക്കാൻ കഴിച്ചു. ഓക്കെ വാ. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ പാക്കറ്റ് തന്നെ. ഇത് അടപ്രഥമൻ, ഇത് ചെറുപായസം, പിന്നെ ഇത് പൈനാപ്പിൾ പച്ചടി, അങ്ങനെ കണ്ടില്ലേ. ഇതെല്ലാ കറിയും ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കുറച്ച് നേരം വെക്കുക ചെയ്താൽ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷേ നിങ്ങൾക്കിത് തുറന്നിട്ട് ഓവന് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നത് നമ്മുടെ പേപ്പർ വാഴയിലയാണ് ഗൈസ്, കണ്ടില്ലേ, പേപ്പർ വാഴയില. മറ്റേ വാഴയിലേക്ക് ഉണ്ണവർക്ക് കാശ് കൊടുത്ത് മേടിക്കുക. ഇതിൻ്റെ കൂടെ വന്നെന്ന് കളി, ഇതാണ് ഒന്നും കൂടി ലാഭം. പരിപാടി കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കളയാം. നേരെ ഇലയിലൊക്കെ വിളമ്പിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ വെയിറ്റ്. അപ്പോൾ ഗൈസ് നമ്മളിത് സദ്യ വിളമ്പിട്ടോടെ ഞാൻ കാണിച്ചു തരാവേ. സോ കാവറ, ശർക്കര വരട്ടി, ഇത് ചക്കവറ കേട്ടോ, ഇത് വലിയ ടൈപ്പ് ചക്കവറ. പിന്നെ ഓലൻ, കൂട്ടുകറി, ഇത് മാങ്ങ, ഇത് നാരങ്ങ, ഇത് പൈനാപ്പിൾ പച്ചടി, ഇത് ഇവൻ ഇഞ്ചി കേട്ടോ, ഇഞ്ചിക്കറി, ക്യാബേജ്, പിന്നെ ഇതിവിടെ പരിപ്പ് കറി, ഇത് പപ്പടം, സാമ്പാർ, കാള, അവിയൽ, കൂടാണ്ട് 2 ടൈപ്പ് പായസം കൂടി അവന്മാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, സുഖ പരിപാടി. അപ്പോൾ സാധനം ഞാൻ കഴിക്കട്ടെ, നോക്കി പോയി. ഓക്കെ എന്നാ ശരി. അങ്ങനെ നമ്മൾ സദ്യ ഫിനിഷ് ചെയ്തു ഗൈസ്. അപ്പോൾ അടിപ്പ സദ്യ ഒന്നും പറയാനില്ല. കുറേ നാളെ ഇങ്ങനത്തെ ഒരു സദ്യ കഴിച്ചിട്ട്. ഞാൻ നാട്ടിൽ പോയായിരുന്നു, പക്ഷേ നാട്ടിൽ പോയപ്പോൾ മാക്സിമം നമ്മൾ നോൺ വെജാണ് കയറ്റാൻ നോക്കിയത്, സദ്യ കഴിച്ചില്ല. അത് കാരണം കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സദ്യ കഴിക്കണം. അപ്പോൾ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് കടലിൽ സദ്യ കഴിച്ചതിൻ്റെ ഒരു കുറ്റം പറയണമല്ല, കുറ്റമായിട്ട് പറയാനാണ് ഇവന്മാരൊരു ജാക്ക് ഫ്രൂട്ട് ഫ്രൈസ് വെച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ല, പഴുത്തയൊക്കെയാണ് വറുത്ത് വെച്ചേക്കണം, കൊള്ളത്തില്ല. അതൊഴിച്ച് അടിപ്പന ബാക്കിയല്ല. പിന്നെ പായസത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒന്നാമത് ഫ്രോസൺ ഐറ്റമാണ് ഇവന്മാർ കയറ്റി വിടുന്നത്. അപ്പോൾ പാലട അത്ര സുഖമായി തോന്നില്ല, പക്ഷെ പരിപ്പായസം ഗുഡായിരുന്നു. എന്താല്ലേ സംഭവം സെറ്റാണ്. ഇനിയിപ്പോൾ സദ്യ കഴിഞ്ഞ് വയറ് ഫുള്ളായി പെട്ടെന്ന് ഫുള്ളായി. എന്ന് വെച്ചാൽ നാട്ടിലൊക്കെയാണ് നമ്മൾ വയറ് നിറച്ച് തിന്ന് എന്നാ പറയണം, ബൊമ്മം പോലെ ഇരുന്ന് അനങ്ങാൻ മേലാണ്ടിരിക്കണം. ഇവിടുത്തെ ഒരു രീതിയൊക്കെ കുറേ നാൾ ഇവിടെ നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവരുടെ ഒരു ഇപ്പോൾ ബ്രേക്കിനാണേലും അവിടുത്തെ ഫുഡ് നമ്മൾ കഴിക്കുന്ന പറഞ്ഞാൽ ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ച് വയറ് നിറയാൻ പാടില്ല, ലൈക്ക് അത്യാവശ്യം നിങ്ങൾ ഫില്ലായി ഏറ്റവും നടക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ നല്ല കൺസെപ്റ്റ് അങ്ങനെയല്ല, വയറ് അറിഞ്ഞ് ഫുഡ് അടിച്ച് മത്തടിച്ച് അവിടെ പണ്ടാരടങ്ങി അവിടെ കിടന്ന് ഉറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഏറ്റു പോകണം. അപ്പോൾ ഇത് കഴിച്ചിട്ട് തന്നെ അനങ്ങാൻ മേല, അതാണ് അവസ്ഥ. ഇനി ഒന്ന് ഉറങ്ങണം.
എന്തായാലേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇവിടെ വൈകിട്ടായി. ഞാൻ പറഞ്ഞില്ലായിരുന്നു സിനിമയ്ക്ക് ഞാൻ ഇപ്പോൾ ലോകയുടെ ടിക്കറ്റ് നോക്കി, സാധനം ബുക്ക് ആവണില്ല. എന്തോ ഒരു ഇത് കഴിഞ്ഞിട്ട്. കാരണം വെച്ചാൽ എൻ്റെ ഒരു വൗച്ചറുണ്ട്, ഞാൻ വർക്ക് ചെയ്യണ സ്ഥലത്ത് ഇത് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അത് നോക്കി, പക്ഷേ നടക്കണില്ല. അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് ഈ വൗച്ചർ കാണിച്ചാൽ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നടക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കിട്ടിയ ട്രെയിനിൽ തന്നെ ചാടി കയറട്ടെ. ഞാൻ കയറിക്കുന്ന ലാസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റിലാട്ടോ ഗൈസ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കണത്. കണ്ടില്ലേ ഈ ട്രെയിൻ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകും. അതാണ് ഇത്. ഇവിടെ ഇത് ചുമ്മാ പിള്ളേർക്ക് കളിക്കാനാട്ടോ. അതൊക്കെ ചുമ്മാ സ്റ്റിക്കറാണ്, വേറെ ഒന്നുമല്ല, ആളെ പറ്റിക്കാൻ. അപ്പോൾ നമ്മളിതാ കയറി ഇതിൻ്റെ വ്യൂ നോക്കിയാൽ ഗൈസ്, ട്രെയിൻ പുറകിലോട്ട് പോകുന്നത് നമുക്കിപ്പോൾ വ്യൂവും കാണാം. ഇതാണ് ഈ ഫ്രണ്ടിൽ കയറിയാലും ഈ ലാസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റിൽ കയറിയാലുള്ള ഗുണം ഇതാണ്, നല്ല വ്യൂ കിട്ടും. ബൈ ദ വേ നമ്മൾ നേരെ പോകുന്നത് O2 ഈ നോർത്ത് ഗ്രീൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് O2 മാളിലോട്ടാണ്. ഇത് ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫ്രൈഡേയും കൂടി, അത് കാരണം വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും ക്രൗഡ്. എന്തോ പരിപാടി അവിടെ നടക്കുന്നുണ്ട്, അതാണില്ലേ നിറച്ചും ആൾക്കാരങ്ങ് പോകുന്നുണ്ട്. എന്ത് ഇവൻ്റാണെന്നാണ് കേട്ടത്. പക്ഷേ നമ്മൾ അങ്ങോട്ടല്ല, നമ്മൾ നേരെ തിയേറ്ററിന് അങ്ങോട്ട് പോകണം. ഗൈസ് ഒരു പണി പാളി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള വൗച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 2 എന്നാണ് കൊടുത്തേക്കണേ. ഇവിടെ പ്ലേ ചെയ്യണം മൊത്തം ഗ്രൂപ്പ് 3-ൻ്റെ ആണ്. അപ്പോൾ ഗ്രൂപ്പ് 2 ഉള്ള തിയേറ്ററിൽ പോകണമെന്ന് പുള്ളി പറഞ്ഞ് തേഞ്ഞ്. ഇനി അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം ഗൈസ്. ലൈൻ കട്ട് പ്ലാൻ ചേഞ്ച് ആയി ഗൈസ്. നമ്മൾ ഇന്ന് നേരെ KFCയിലാണ്. പിന്നല്ല വിശന്നിട്ട് KFC കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു. വിശപ്പ് എവിടെ നിന്നോ വിളിച്ച് ഒന്നും നോക്കിയില്ല. നേരെ കണ്ട കുറച്ചൊരു ചിക്കൻ വിങ്സിന് ചിക്കൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്ത്, പിന്നെ പൈസ പോട്ടെ വിശപ്പ് മാറട്ടെ ഏത് കൂട്. അങ്ങനെ നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. എന്നായിരുന്നു 4406 അതാന്ന് തോന്നുന്നു നമ്പർ. അത് തന്നെ അല്ലേ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് പ്ലാനിൽ ചെറിയ ചേഞ്ച് വരുത്തി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗ്രൂപ്പ് 2 മാത്രം സിനിമയെ ഓടത്തുള്ളൂ, ഗ്രൂപ്പ് 3 മാത്രമേ ഓടത്തുള്ളൂ. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ കണ്ടെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് അവിടെ 8 മണിക്ക് ഷോ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് 41 മിനിറ്റാണ് കാണിക്കണത്. അപ്പോൾ എത്തത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലാൻ ചേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ വന്നേക്കണ KFCയിലാണ്. നേരെ കുറച്ച് ചിക്കൻ വിങ്സും പിന്നെ കുറച്ച് ലെഗ് ഓർഡർ ചെയ്ത് ഞാൻ അത് കഴിച്ച് വീട്ടിൽ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ശരി ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ അടുത്ത വീട്ടിൽ പിന്നെ കാണാം. ബൈ.